ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഒരു ആവശ്യമുള്ള ഒരു സാധനമാണ് തക്കാളി. ഒരു 10 മുരട് തക്കാളി ചെടി നമ്മൾ വീട്ടിലൊരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നിലത്തോ നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി നമുക്ക് പിന്നെ കടയിൽ നിന്ന് മേടിക്കേണ്ട ഒരു ആവശ്യം വരാറില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ ചെടിയിൽ തന്നെ പറിച്ചെടുക്കാൻ മാത്രം ഇഷ്ടം പോലെ ഉണ്ടാവും. ഒട്ടുമിക്ക പേർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് തക്കാളി കൃഷി ചെയ്യും, പക്ഷേ തക്കാളി ഒരുപാട് പൂക്കളുണ്ടാവും, പക്ഷെ ആ പൂക്കളൊന്നും വിരിഞ്ഞ് കായായിട്ട് മാറില്ല. നന്നായിട്ട് വളവും വെള്ളവും കൊടുക്കുന്നുണ്ട്, പക്ഷേ പൂക്കളൊന്നും കായായിട്ട് മാറുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പം ഇങ്ങനെ പൂക്കൾ കൊഴിഞ്ഞു പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമാണ് കൃത്യമായിട്ട് പരാഗണം നടക്കാതിരിക്കുക. തക്കാളി ചെടിയിൽ കൃത്യമായിട്ട് പരാഗണം നടന്നു കഴിഞ്ഞിട്ടില്ലെങ്കിൽ തക്കാളിയിൽ ഉണ്ടാകുന്ന പൂക്കളെല്ലാം സാധാരണ കൊഴിഞ്ഞു പോകും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടുകളിലൊക്കെ നമ്മൾ വളർത്തുന്ന ഏതെങ്കിലും പൂച്ചെടികളുണ്ടെങ്കിൽ, നല്ല വൈബ്രൻറ്റ് കളറുള്ള ഏതെങ്കിലും പൂച്ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തക്കാളി ചെടിക്ക് അടുത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആകർഷിച്ച് വരുന്ന ചിത്രശലഭങ്ങളും തേനീച്ചകളെല്ലാം തക്കാളി ചെടിയിലേക്കും കയറും. അങ്ങനെ തക്കാളി ചെടിയിലെ തേൻ കുടിക്കാൻ വേണ്ടി അതിലേക്ക് കയറിയിട്ട് അതിലെ പരാഗണം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും ഈ തേനീച്ചകളും മറ്റുള്ള പ്രാണികളും അങ്ങനെയുള്ള ജീവികളൊക്കെ. അപ്പോൾ അവർ വഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തക്കാളി ചെടിയിലെ പരാഗണം കംപ്ലീറ്റ് ചെയ്യും. അതുവഴി നമുക്ക് ഒരുപാട് തക്കാളി ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന പ്രശ്നം നമുക്ക് അങ്ങനെ പരിഹരിക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു പരിപാടിയാണ് പൂക്കളെല്ലാം വിരിഞ്ഞ് നിൽക്കുന്ന സമയങ്ങളിൽ തക്കാളി ചെടിക്ക് അടുത്ത് പോയിട്ട് മെല്ലെ ഒന്ന് കുലുക്കി കൊടുക്കുക. അപ്പോൾ തക്കാളി മെല്ലെ തട്ടി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തക്കാളി ചെടിയിൽ ഉണ്ടാകുന്ന പൂമ്പൊടിയെല്ലാം ഇതിൻ്റെ പൂക്കളിലേക്കൊക്കെ കൊഴിഞ്ഞു വീണിട്ട് പരാഗണം നടക്കാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്തു നോക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിത്തുകൾ മേടിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നല്ല വിത്തുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് തക്കാളി കൃഷി ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് മേടിക്കുന്ന തക്കാളിയിൽ നിന്ന് വിത്തുകൾ എടുത്തിട്ട് നമ്മൾ ഒരിക്കലും തക്കാളി കൃഷി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഒരുപാട് ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും വലിയ വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് കൃഷി ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന തക്കാളിയുടെ വിത്തെടുത്ത് മുളപ്പിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കായകൾ ഉണ്ടാവാത്തൊരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തക്കാളി എടുത്തിട്ട് അതിൻ്റെ വിത്തെടുത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിൽ പൂക്കളുണ്ടാവും, പക്ഷേ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും. അപ്പോൾ അതിന് നമ്മൾ കൃത്യമായിട്ട് ഇനി വളം കൊടുത്തു കഴിഞ്ഞാലും എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിന് കായ കിട്ടാറില്ല. ചിലപ്പോൾ 1-2 കായൊക്കെ അതിന് കിട്ടും, പക്ഷെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന വളത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു യത്നത്തിന് വേണ്ട പ്രതിഫലം നമുക്ക് അതിന് കിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് പലരും കടയിൽ നിന്ന് മേടിക്കുന്ന തക്കാളിയുടെ വിത്തെടുത്ത് കൃഷി ചെയ്തിട്ട് അതിനൊരു വരുമാനം നേടാൻ ശ്രമിക്കാത്തത്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നല്ല വിത്തുകൾ മാത്രം മേടിച്ചിട്ട് അത് ഉപയോഗിച്ച് കൃഷി ചെയ്യുക. പിന്നെ അടുത്ത കാര്യമാണ് വളം. നമ്മൾ കൃത്യമായിട്ട് വളം കൊടുത്തിട്ടില്ലെങ്കിൽ തക്കാളി പൂക്കൾ കൊഴിഞ്ഞു കേട്ടോ. പൂക്കൾ സ്ഥിരമായിട്ട് വീണ്ടും കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, 18 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കിയ ശേഷം അത് ചെടി മൊത്തമായിട്ടൊന്ന് നനയുന്ന രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പൂക്കൾ കൊഴിയുണ്ടോ നോക്കുക. മിക്കവാറും ഒട്ടുമിക്ക വളത്തിന്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന പൂക്കൊഴിച്ചിലും നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വഴി നിർത്താൻ പറ്റും. ചെടി നന്നായിട്ട് കായ പിടിച്ച് വരുന്നത് കാണാറുണ്ട്. അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് കിട്ടുന്നുണ്ടെങ്കിൽ അതും നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ചെടി മൊത്തമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതും നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ചെടിയുടെ പൂക്കൾ കൊഴിയുന്നത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എപ്പോഴും തക്കാളി ചെടി വെയിലത്ത് വെക്കാൻ ശ്രമിക്കുക. പലരും ചെയ്യുന്ന ഒരു പ്രശ്നമാണ് തക്കാളി പലപ്പോഴും തണലത്ത് കൊണ്ടുപോയി നടാറുണ്ട്. നട്ടിരിക്കുന്ന ഗ്രോ ബാഗ് ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാലും തക്കാളിയുടെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും. അതിൽ തക്കാളി പിടിക്കാത്ത പ്രശ്നം വരാറുണ്ട്. എത്രത്തോളം വെയിൽ കിട്ടുന്നോ അത്രയും നന്നായിട്ട് തക്കാളിയിൽ കായകൾ ഉണ്ടാവും. മാക്സിമം വെയിൽ കിട്ടുന്ന രീതിയിൽ തക്കാളി ചെടിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക തക്കാളി പൂടാത്ത പ്രശ്നവും നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റും. പിന്നെ രോഗങ്ങളും കീടബാധകളൊക്കെ വന്നു കഴിഞ്ഞാൽ തക്കാളി പൂടാത്ത പ്രശ്നങ്ങളും പൂവിട്ട ശേഷം കൊഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.